morning, students. A warm welcome to the English course. Stay home and speak English. In this fine morning, let me introduce myself. I am Father Jose of St. Thomas High School, Kurachund. Here I am to speak something about how to be fluent in English. For that, we need to have some basic knowledge about English grammar. The other day, teacher Lizzie Joseph Hart spoken about shall I, shall we, may I, let's, how about plus ing. Shall എന്ന് പറഞ്ഞാൽ അർത്ഥം ചെയ്യാം. ഷാൽ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോട്ടെ. ഷാൽ വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തോട്ടെ. മേ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോട്ടെ. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഹൗ എബൌട്ട് പ്ലസ് ഐ എൻ ജി, ദാറ്റ് മീൻസ് ഹൗ എബൌട്ട് പ്ലസ് ഗോയിങ്, നമുക്ക് ചെയ്താലോ. ഷാലിന്റെ അർത്ഥം ചെയ്യാം എന്ന് ആണ് എങ്കിൽ വില്ലിന്റെ അർത്ഥം ചെയ്യും എന്നാണ്. ദാറ്റ് മീൻസ് ഫ്രം ഇറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷാൽ ആൻഡ് വിൽ. ഇതിൽ നമുക്ക് എന്താണ് ഇതിന്റെ വ്യത്യാസം എന്നറിയാം. ഒന്ന്, ഭാവിയിൽ ഞാൻ ചെയ്തേക്കാം എന്ന് സൂചിപ്പിക്കുമ്പോൾ, അതായത് ഷാൽ ഞാനൊരു പ്രവൃത്തി ഭാവിയിൽ ചെയ്തേക്കാം എന്ന് അല്ലെങ്കിൽ ചെയ്യാം എന്ന് സൂചിപ്പിക്കുമ്പോൾ, വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സഹായ ക്രിയ പറയുക ഞാൻ ഒരു കാര്യം ചെയ്യും. ദാറ്റ് മീൻസ് ഐ വിൽ ഡു ദി ആക്ഷൻ. ഹിയർ ഷാൽ ഡിനോട്ട്സ് ആൻ ആക്ഷൻ വിച്ച് ഈസ് എ പോസിബിൾ വൺ, സാധ്യമായ ഒന്ന്, ചെയ്യാൻ സാധ്യതയുള്ള ഒന്ന്. ആൻഡ് ദി അതർ വൺ വിൽ ഗിവ്സ് ആൻ അഷ്വറൻസ്, എന്തായാലും ചെയ്യും എന്നുള്ള ഉറപ്പാണ്. ഞാൻ പ്രവൃത്തി ചെയ്യും എന്നുള്ള ഉറപ്പാണ് കാണുക. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നവരല്ലേ? നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമല്ലേ? ഞാനും ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും അവസരം കിട്ടിയാൽ കളിക്കും. ഇനി ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു പ്രത്യേകത പറയാം. ഒരു ബാറ്റ്സ്മാൻ ഒരു ബോൾ ഹിറ്റ് ചെയ്യുന്നു. ദ ബോൾ ഈസ് ഇൻ ദി എയർ. നൗ there are two boys running to take the catch. ഇങ്ങനെ ബോൾ പിടിക്കാനായി പോകുമ്പോൾ ഒരാൾ പറയുന്നു ഐ ഷാൽ, മറ്റേ ആൾ പറയുന്നു ഐ വിൽ. ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അർത്ഥത്തിൽ ഐ ഷാൽ എന്ന് പറഞ്ഞ വ്യക്തി അതിന്റെ അർത്ഥം എന്താ? ഞാൻ ചെയ്യാം. എന്നാൽ മറ്റു കുട്ടി പറഞ്ഞെന്താ? ഐ വിൽ, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാലോ, നീ മാറിക്കോ, ഞാൻ ബോൾ പിടിക്കും. ഐഷാൽ എന്ന് പറഞ്ഞ കുട്ടി മാറിപ്പോകണം, ഐ വിൽ എന്ന് പറഞ്ഞ കുട്ടി ബോൾ പിടിക്കും. കാരണം അവന്റെ ഉറപ്പാണത്. ദാറ്റ് മീൻസ് വിൽ ഡിനോട്ട്സ് ആൻ ആക്ഷൻ വിച്ച് ഈസ് ഓഫ് അഷ്വറൻസ്. നൗ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് മോർ അബൌട്ട് ദ ഹെൽപ്പിംഗ് വെർബ് will. Will not or won't. Will you? Won't you? When will you? ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാനായിട്ട് ഞാനൊരു ബോർഡിൽ എഴുതാം. വിൽ, വിൽ എന്ന് പറഞ്ഞാൽ ചെയ്യും. ഐ വിൽ ഗോ ടു സ്കൂൾ ടുഡേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകും. ഐ വിൽ പ്ലേ ഫുട്ബോൾ ദിസ് ഈവനിങ്, ഞാൻ ഇന്ന് വൈകുന്നേരം ഫുട്ബോൾ കളിക്കും. ഐ വിൽ ഡു മൈ ഹോംവർക്ക് ടുനൈറ്റ്, ഇന്ന് രാത്രിയിൽ ഞാൻ ഹോംവർക്ക് ചെയ്യും. വിൽ എന്ത് ചെയ്യുന്നു? വിൽ എന്ന വാക്ക് ഒരു അഷ്വറൻസ്, ഉറപ്പ് തരികയാണ്, ഞാനത് ചെയ്യും. ഷാൽ എന്നാലോ ചെയ്യാമെന്നാ പറയുന്നത്. ഇവിടെ വിൽ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇനി അടുത്തതായി വിൽ നോട്ട്. വില്ലിന്റെ നെഗറ്റീവ് ആണ് എന്ത്? വിൽ നോട്ട്, ചെയ്യില്ല. മറ്റൊരു വാക്കാണ് വോണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണേ.
will not, or we say won't. Will not എന്നും പറയാം, won't എന്നും പറയാം. Will not എന്നും പറയാം, won't എന്നും പറയാം. അർത്ഥം എന്താ? ചെയ്യില്ല. അമ്മയോട് പറയുന്നു, ഐ വിൽ നോട്ട് ഡു എനി മിസ്റ്റേക്ക്. ഞാനൊരു കുരുത്തക്കേടും ചെയ്യില്ല. ഐ വോണ്ട് കം ടുമോറോ. നിന്റെ കൂട്ടുകാരിയോട് പറയാണ്, ഞാൻ നാളെ സ്കൂളിൽ വരില്ല. ഐ വോണ്ട് കം ടു സ്കൂൾ ടുമോറോ. അതല്ലെങ്കിൽ ഐ വോണ്ട് ഹെൽപ്പ് യു. നിന്റെ കൂട്ടുകാരൻ നിന്നോട് സഹായം ചോദിച്ചു. നീ പറയുന്നു, ഐ വോണ്ട് ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കുകയില്ല. ഇനി അടുത്തത് വിൽ യു. എന്താ? വിൽ യു. വിൽ യു അർത്ഥം എന്താ? ചെയ്യുമോ? ചെയ്യുമോ? വിൽ യു കം ടുമോറോ? വിൽ യു കം ടുമോറോ? നിങ്ങൾ നാളെ വരുമോ? വിൽ യു ഹെൽപ്പ് മീ? നിങ്ങൾ എന്നെ സഹായിക്കുമോ? വിൽ യു ഡു ദിസ് വർക്ക്? നീ ഈ ജോലി ചെയ്യുമോ? അർത്ഥം ചെയ്യുമോ എന്ന്. വിൽ യു എന്ന് ചോദിക്കുമ്പോൾ ചെയ്യുമോ എന്ന അർത്ഥമാണുള്ളത്. അടുത്തത് വോണ്ട് യു. വോണ്ട് യു എന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വോണ്ട് യു ഹെൽപ്പ് മീ? നീ എന്നെ സഹായിക്കില്ലേ? വോണ്ട് യു ലെൻഡ് മീ യുവർ അംബ്രല്ല ഫോർ എ ഡേ? ഒരു ദിവസത്തേക്ക് താങ്കളുടെ കൂടെ എനിക്ക് ഒന്ന് തരില്ലേ? വോണ്ട് യു ലെൻഡ് മീ $500 ഫോർ എ വീക്ക്? എനിക്ക് ഒരാഴ്ചത്തേക്ക് 500 രൂപ വായ്പ തരില്ലേ? ഈ ബക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ബക്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡോളറാണ്. നമുക്ക് 500 രൂപ അല്ലെങ്കിൽ 500 റുപ്പീസ് എന്ന് പറഞ്ഞ പകരം അമേരിക്കക്കാർ പറയുക $500 ഓർ 500 ബക്സ് എന്ന് പറയാം. ഇനി അവസാനമായിട്ട് when will you. when will you. when will you. എപ്പോൾ ചെയ്യും? when will you come? നിങ്ങൾ എപ്പോൾ വരും? where will you come? നിങ്ങൾ എവിടെ വരും? how will you go back? നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകും? how will you solve this problem? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? saying what will you console her? നിങ്ങൾ അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? ഇവിടെ നമ്മൾ വിൽ എന്ന ഓക്സിലറി വെർബിന്റെ പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും കാണുന്നു, ചോദ്യങ്ങൾ കാണുന്നു. വിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. വിൽ എന്ന് പറയുന്ന ഒരു അഷ്വറൻസ് ആണ്, ഒരു പ്രവൃത്തി ചെയ്യും എന്ന്. വിൽ എന്ന് പറഞ്ഞ അർത്ഥം ചെയ്യും. വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വോണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. വിൽ യു എന്ന് പറഞ്ഞാൽ ചെയ്യുമോ. വോണ്ട് യു എന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ. വെൻ വിൽ യു എന്ന് പറഞ്ഞാൽ എപ്പോൾ ചെയ്യും. So dear students, I would like to conclude today's class regarding the auxiliary verb will. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഒരിക്കൽ കൂടി നാം പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞ 2 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ലിസി ടീച്ചർ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ്. ഷാൽ എന്ന വാക്കിനെ കുറിച്ചും അതിന്റെ ഡിനോമിനേഷൻസും അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകളും ടീച്ചർ സൂചിപ്പിച്ചു. ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത് വിൽ എന്ന ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ചാണ്. 2 കാര്യങ്ങളും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ നോട്ട്ബുക്ക് നിങ്ങൾ എടുത്തേ, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതിയെടുക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ലിസി ടീച്ചർ പറഞ്ഞ കാര്യമായി ചേർത്ത് പറയുമ്പോൾ ടീച്ചർ ഷാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഞാനിവിടെ വിൽ എന്ന ഹെൽപ്പിംഗ് വെർബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഷാൽ എന്ന് പറയുമ്പോൾ
അർത്ഥം ചെയ്യാം. വിൽ എന്ന് പറഞ്ഞാൽ ചെയ്യും. ഷാൽ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യട്ടെ. ഷാൽ വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യട്ടെ. മേ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യട്ടെ. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്താലോ. ഹൗ അബൌട്ട് ING, ദാറ്റ് മീൻസ് ഹൗ അബൌട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്താലോ. ഇനി വിൽ ചെയ്യും, വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട് ചെയ്യില്ല, വിൽ യു ചെയ്യുമോ, വോണ്ട് യു ചെയ്യില്ലേ, വെൻ വിൽ യു എപ്പോൾ ചെയ്യും. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞ് ചേർത്ത് അവസാനിപ്പിക്കുന്നു. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വോണ്ട് ഗോ, ഞാൻ പോകില്ല. വിൽ യു ഗോ, നിങ്ങൾ പോകുമോ. വോണ്ട് യു ഗോ, നിങ്ങൾ പോകില്ലേ. വെൻ വിൽ യു ഗോ, നിങ്ങൾ എപ്പോൾ പോകും. നിങ്ങൾക്ക് വ്യക്തമായിട്ടും ഷാൽ എന്ന ഓക്സിലറി വെർബിന്റെയും വിൽ എന്ന ഓക്സിലറി വെർബിന്റെയും കൃത്യമായ ഒരു ആശയം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ജോസ് സജൻ. ഗുഡ് ബൈ.